മര്യാദയ്ക്ക് ഒരു ഫുട്ബോൾ മാച്ച് പോലും കളിക്കാതെ ലെജൻഡ് ആയ ഒരു പ്ലെയർ. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. The greatest football player who never played any football. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. വലിയ വലിയ ക്ലബ്ബുകളുടെ കൂടെ ഇദ്ദേഹം കരാർ ഒപ്പിട്ടു, പക്ഷെ ഒരു മാച്ച് പോലും കളിച്ചില്ല. വലിയ വലിയ ഫുട്ബോളേഴ്സ് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന്റെ പേരാണ് കാർലോസ് ഹെൻറിക് റാപ്പോസോ അഥവാ കാർലോസ് കൈസർ. സോ 80കളുടെ തുടക്കത്തിൽ കാർലോസിന് ഭയങ്കര ആഗ്രഹം, എനിക്ക് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫുട്ബോളർ ആവണം, ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ ആവണമെന്ന്. വലിയ വലിയ മാച്ചുകൾ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്തറിയാം, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ആളുകളെ വീഴ്ത്താൻ അറിയാം. ആദ്യം അദ്ദേഹം ചെയ്തതെന്ന് അറിയോ, റൊമാരിയോ പോലത്തെ വലിയ വലിയ പ്ലേയേഴ്സുമായിട്ട് ഇദ്ദേഹം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അവരോടൊക്കെ പറഞ്ഞു, ഞാനും നല്ലൊരു കളിക്കാരനാണ്, ഞാൻ നല്ലൊരു പ്ലെയർ ആണെന്ന്. ആൻഡ് സംസാരത്തിലൊക്കെ അദ്ദേഹം നല്ലൊരു പ്ലെയർ ആണെന്നുള്ള ധ്വനി അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു. ഞാനൊരു വലിയ സംഭവമല്ല. ആൻഡ് ഈ വലിയ വലിയ താരങ്ങൾ ക്ലബ്ബ് മാറുമ്പോൾ അവർ എവിടെയെങ്കിലൊക്കെ സൂചിപ്പിക്കും, നല്ലൊരു പ്ലെയർ എനിക്ക് പരിചയമുണ്ട്, വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം. സൂപ്പർ താരങ്ങൾ പറയുമ്പോൾ ക്ലബ്ബുകൾ എടുക്കാതിരിക്കോ? എടുത്തു, നല്ല സാലറി കൊടുത്തെടുത്തു. ക്ലബിൽ കയറി കഴിഞ്ഞാൽ ഇദ്ദേഹം അടുത്ത പ്ലാനിലേക്ക് പോകും. അതായത് ആദ്യം പ്രാക്ടീസിന് ഇറങ്ങുമ്പോൾ തന്നെ ബോളുമായി ഒന്ന് ഓടുമ്പോൾ തന്നെ ഒന്ന് കാല് ചിലപ്പോൾ ഇടറി വീഴും, അദ്ദേഹത്തിന് പെട്ടെന്നൊരു മസിൽ പെയിൻ വരും. അയ്യോ ആശുപത്രി പോട്ടാ, ആശുപത്രി എനിക്ക് അലർജിയാണ്. MRI സ്കാനിംഗ് ഒന്നും ഇല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കും, കുറച്ച് മാസത്തെ വിശ്രമം അങ്ങനെ അദ്ദേഹം ഒപ്പിച്ചെടുക്കും. ഈ അസുഖം ഈ തറവാട്ടി കുറച്ചുനാൾ കിടന്നാലേ മാറൂ. അങ്ങനെ കുറച്ചുനാൾ ക്ലബിന്റെ സാലറി ഒക്കെ മേടിച്ച് അദ്ദേഹം വീണ്ടും കളിക്കേണ്ട ഒരു ടൈം ആവുമ്പോഴത്തേനും അടുത്ത ക്ലബിലേക്ക് ചാടും. ഒരുപാട് സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സായി ഇദ്ദേഹം മാറ്റിയെടുത്തു. ആൻഡ് ഇവരെല്ലാം ഇദ്ദേഹത്തെ പറ്റി വലിയ റിപ്പോർട്ട്സ് കൊടുത്തു. കാരണം അന്നത്തെ കാലത്ത് ഗൂഗിളൊന്നും ചെയ്തു നോക്കാൻ പറ്റില്ല. ഇദ്ദേഹം പറയും, ഞാൻ ഫ്രാൻസിൽ വലിയൊരു ക്ലബിന്റെ കൂടെ ആയിരുന്നു കളിച്ചിരുന്നത്, ഇതിനു മുമ്പ് അവിടെ മറ്റേ ക്ലബിന്റെ കൂടെ ആയിരുന്നു കളിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കും, ഓ ഇദ്ദേഹം ഒരു വിസ്മയമാണ്, ഇദ്ദേഹം വലിയൊരു പ്ലെയർ ആണ്. ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അവർ സഹകരിക്കും. സോ ബെങ്കു എന്നൊരു ക്ലബ്ബിൽ കളിക്കുന്ന ടൈമിൽ ഇദ്ദേഹത്തിന് ചെറുതായ ഒരു പണി കിട്ടിയേനെ. കാരണം ഓണർ, ഈ ക്ലബിന്റെ ഓണർ ആൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് അന്ന് മാച്ച് കാണുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഓണർ പെട്ടെന്ന് കളി തോക്കാറായപ്പോൾ ടെൻഷനിൽ പറഞ്ഞു, കോച്ചിനോട് പറഞ്ഞു, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം പരിക്കൊക്കെ മാറിയിരിക്കണല്ലോ, അദ്ദേഹത്തെ കളത്തിലേക്ക് ഇറക്കൂ, കാർലോസിന്റെ കളി വരട്ടെ, നമുക്ക് കളി തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. കാർലോസ് കൈസർ ഞെട്ടി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് മൊമെന്റ് ആണ്, കളത്തിലിറങ്ങി പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? കിങ് ലെയറിൽ നമ്മുടെ ദിലീപേട്ടന്റെ തലയിലേക്ക് ഇതിങ്ങനെ ഒരു ലൈറ്റ് പോയിട്ട് ഇങ്ങനെ ഒരു വട്ടം വെച്ചിട്ട് പെട്ടെന്നൊരു ഐഡിയ തന്നെ കണ്ടിട്ടില്ലേ? കാർലോസ് കൈസർക്കും പെട്ടെന്നൊരു ഐഡിയ കിട്ടി. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അദ്ദേഹം കാണികളുമായി ചെറിയൊരു അടി ഉണ്ടാക്കി. അദ്ദേഹം മതിൽ ചാടി കാണികളുടെ ഇടയിലോട്ട് പോയി അവരുമായി വാക്ക് തർക്കം ഉണ്ടാക്കി, അടി ഉണ്ടാക്കി, അങ്ങനെ റെഡ് കാർഡ് മേടിച്ചെടുത്തു. യെസ്, റെഡ് കാർഡ് മേടിച്ചെടുത്തു. മാച്ചെല്ലാം കഴിഞ്ഞ് ദേഷ്യത്തിൽ വന്ന ക്ലബ് ഉടമയോട് കാർലോസ് കൈസർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, അവർ സാറിനെയാണ് കുറ്റം പറഞ്ഞത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല സാർ, ഞാൻ കയറി അറിയാതെ എൻ്റെ ഇമോഷണലായി ഞാൻ കുറച്ച് ചീത്ത വിളിച്ചു പോയി സാർ, എന്നോട് ക്ഷമിക്കണം സാർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ക്ലബ് ഓണർ അതിലും ഇമോഷണലായി കാർലോസ് കൈസറിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ്. മാത്രമല്ല 6 മാസത്തേക്ക് കൂടി കോൺട്രാക്ട് നീട്ടി കൊടുത്തു. ബ്രില്യൻസ്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വലിയ വലിയ പ്ലേയേഴ്സിനും ഇഷ്ടമായിരുന്നു, മാനേജേഴ്സിനും ഇഷ്ടമായിരുന്നു, കോച്ചുമാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ഇദ്ദേഹം നന്നായി സംസാരിക്കുമായിരുന്നു. ഇദ്ദേഹം എല്ലാവരോടും ഭയങ്കര ഫ്രീ ആയി ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ ഫുട്ബോൾ സീസണിൽ, വേൾഡ് കപ്പ് സീസണിൽ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കൈസർ ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ നെവർ ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും 20 വർഷം ഹൈ സാലറി മേടിച്ച് ഒരാൾ സൂപ്പർ സ്റ്റാറായിട്ട് എങ്ങനെ ജീവിച്ചു, എങ്ങനെ ലെജൻഡായി മാറി എന്നുള്ള കഥ. സോ ഫുട്ബോൾ ലവറായ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഇതുപോലെ ലെജൻഡായ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കഥ അവർക്ക് അയച്ചു കൊടുക്കാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് കഥയെ വരുന്നവരെ ബൈ.